ഹായ് ഗായ്സ്, ഗുട്ടൻ ടാഗ്. ഞാൻ അക്ഷയ, പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വളരെ ആരും ചെയ്യാത്തൊരു കാര്യമായ ജർമ്മൻ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ജർമ്മനി പോയിട്ടുള്ള വ്ളോഗും ജർമ്മൻ എങ്ങനെ പഠിച്ചെന്നുള്ള വ്ളോഗും എല്ലാവരും ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിൽ വന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു വ്ളോഗ് എടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കത് പിന്നീട് ഇരുന്ന് കാണാമല്ലോ. തന്നെയല്ല, എന്നെപ്പോലെ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്നുണ്ട്. സോ അവർക്കും ഒരു കൂട്ടാവും, എനിക്കൊരു കൂട്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. എനിക്ക് വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയാലേ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 മണിക്ക് ചെല്ലാൻ സാധിക്കും. പക്ഷേ ഞാൻ ഭയങ്കര മടിച്ചായിട്ടൊരു കുട്ടിയായത് കാരണം എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ആരും ഓർക്കാൻ കൂടി വയ്യ. ഞാനൊരു 7-7:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. 8 മണിക്ക് പോകേണ്ടത് ഞാനാണ്. സോ ഞാൻ കുറേ പയറ്റിയിട്ടാണ് രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അമ്മയോട് വഴക്കിടും, ചേട്ടനോട് വഴക്കിടും, അങ്ങനെ പല പല കലാപരിപാടികൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സോ സമയം എന്തായാലും പോകും. മുഖത്തെ പൊട്ടിയിടലിനകത്ത് സമയമൊന്നും എടുക്കില്ല. പക്ഷെ മുടി കെട്ടാൻ ഭയങ്കര വീക്കാണ്. എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ് മുടി കെട്ടുക. എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് അറിയില്ല. സാധാരണ കെട്ടിക്കൊണ്ട് പോകാനാണ് എനിക്കിഷ്ടം. പക്ഷേ നമ്മൾ കുളിക്കാത്ത പോലെ ഇരിക്കും മുടിയൊന്നും നേരെ വേണം ചീറ്റി പോയില്ലെങ്കിൽ. 3-4 പ്രാവശ്യം അഴിച്ചു കിട്ടി ഞാൻ പരീക്ഷിച്ചു. പക്ഷേ അവസാനം ഞാൻ ഓപ്പൺ ഹെയർ ആയിട്ട് തന്നെയാണ് പോയത്. പനി പിടിച്ചത് കൊണ്ട് തന്നെ എൻ്റെ വോയിസ് ഭയങ്കര ബാഡായിട്ടിരിക്കുകയാണ്. സോ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ്, 17 വയസ്സ്. ബാക്കി എല്ലാവരും എന്നെക്കാളും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 3-4 വയസ്സിന് മൂത്ത തൊട്ട് 30-33 വയസ്സ് വരെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. സോ എല്ലാവരും ആ ലാംഗ്വേജിനകത്ത് പ്രായം ഒരു ബൗണ്ടറി അല്ല. കാരണം എല്ലാവരും അതിനകത്ത് ന്യൂ സ്റ്റുഡൻറ്റ് തന്നെയാണ്. നമ്മൾ ABCD തൊട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. സോ പ്രായം ഒരു പരിമിതി ഒരു ബൗണ്ടറി അല്ല. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ്. എന്നെ കളിയാക്കാനും എന്തെങ്കിലുമൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് തന്നെ ആവട്ടെ, ഇത് നമ്മൾ നാട്ടിൽ അറിയിക്കുവാണെങ്കിൽ തുടങ്ങും, എന്തിനാ അതെടുത്തേ, വെറുതെ വർഷം പോവില്ലേ. സോ ഞാനിപ്പോൾ പഠിച്ച് തുടങ്ങിയൊരു കൊച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിസ്കറേജ്, ഭയങ്കര ഡീമോട്ടിവേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറയാൻ നിന്നിട്ടില്ല. വളരെ അടുത്ത 2-3 പേർക്കല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സിന് പോലും അധികം അറിയില്ല ഞാനിത് പഠിക്കുന്നുണ്ടെന്ന്. കാരണം പറയാൻ തോന്നിയില്ല. ചില കാര്യങ്ങൾ പ്രൈവറ്റാക്കി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കുക, പെർമിഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പൊക്കോളുക. വേറെ ആൾക്കാരെ നോക്കി നിന്നാൽ ജഡ്ജ്മെൻറ്റ്സ് ഒരുപാടുണ്ടാവും. അതൊക്കെ നോക്കി നിന്നാൽ ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഒന്നും അവരെ എത്തിപ്പെടാത്ത ചിലപ്പോൾ ആൾക്കാരായിരിക്കും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരിക. സോ ഇപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാവട്ടെ, അവരതൊന്നും ചെയ്യുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്? പിന്നെ ഇത് ആൾക്കാരെ കാണാനല്ലേ ഇട്ടേന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് സ്വൈപ്പ് ചെയ്യാൻ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട. പിന്നെ കണ്ടിട്ട് വന്ന് കുറ്റം പറയുന്നവരോട് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. അവർ മൈൻഡ് ആക്കാതെ അങ്ങ് വിടുക. അവരുടെ വഴിക്കങ്ങ് വിടുക, നമുക്ക് നമ്മുടെ വഴിക്കങ്ങ് പോവുക. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് നമ്മളവരെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ ഭയങ്കര തൊല്ലയായിരിക്കും. നമുക്കതൊരു ബാധ്യതയായിരിക്കും. സോ ഈ ലാംഗ്വേജ് പഠിച്ചൊന്നും നീയൊക്കെ എവിടെ പോകാനായിരുന്നു, എത്ര നാളെടുക്കും ഇതൊക്കെ പഠിച്ച് എഴുതാണ്ടൊക്കെ പാസ്സാവുമെന്ന് ചോദിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയുക. കാരണം അവരത് പഠിക്കുന്നില്ല. മേ ബി അവരുടെ മക്കൾ തന്നെ പോയിട്ട്, മീൻസ് ഇപ്പം നാട്ടുകാരാണെങ്കിൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് തന്നെ കയറിപ്പോയാൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കൂടുതലും നമ്മളെ താഴ്ത്തുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർ മീൻസ് പറയുമായിരിക്കും പാടാണ്. പക്ഷെ അവർ പോയില്ലേ, അവരുടെ മക്കൾ പോയി. പിന്നെ നമുക്കെന്താ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുക. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം ടഫാണ്. പക്ഷേ പഠിച്ചാൽ കിട്ടാത്തായിട്ടൊന്നുമില്ലല്ലോ. സ്റ്റേഷനിലെത്തിയിട്ട് എൻ്റെ ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്കാണെങ്കിൽ കുറേ വർക്ക് പെൻഡിങ്ങും ഉണ്ട്. തന്നെയല്ല, ഇന്നലെ രാത്രി പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടെൻഷനില്ല. അല്ല, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഹോംവർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നാണം കെടുത്തും ഇമ്പോസിഷൻ എഴുതും. നാണം കെടുത്താൻ എനിക്ക് വിഷയമല്ല. പക്ഷേ ഇമ്പോസിഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഇമ്പോസിഷൻ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് പോകണം എന്നൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി ഇരുന്ന് പഠിക്കാം അല്ലെങ്കിൽ എഴുതാം എന്നൊരു ചിന്ത വെച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര നോട്ടായിരുന്നു. കാരണം ഞാൻ പുസ്തകം മടി വെച്ച് തീരെഴുത്തായിരുന്നു. കാരണം കുറേ എഴുതാനുണ്ടായിരുന്നു. ഒരു 40 വേർഡ്സ് എന്തോ എഴുതിക്കൊണ്ട് ചെല്ലാനുണ്ടായിരുന്നു. അത് പഠിക്കുകയും വേണമല്ലോ. അപ്പോൾ എനിക്ക് ആകെ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറാണ് കിട്ടുക ട്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്ന വരെ. ഇത് കഷ്ടപ്പെട്ടിരുന്ന് ഈ 45 മിനിറ്റുകളിൽ പഠിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെയെന്ന് ഓർത്താൽ, അല്ല,
അങ്ങനെ ചിന്തിച്ചാൽ അത് മതിയായിരുന്നു. പക്ഷേ എൻ്റെ മടി കാരണം ഞാനങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് സ്റ്റോപ്പെത്തി 9:45 ഈ സ്ഥലത്തെത്തുക. അവിടെ നിന്ന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ അവിടുന്ന് ഞാൻ പറക്കണം എന്ന് പറഞ്ഞാൽ നടക്കണം. നടന്നാണ് അവിടെ ചെല്ലണത്. ഞാൻ ബസ്സിൽ കയറാറില്ല. രാവിലെ ഒരു വ്യായാമം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ നടന്നാണ് പോവാറ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കിതച്ച് HOD സാറുമാരും ഒക്കെ വന്നതിന് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ വരുന്നത്. സോ അവർക്കറിയാം ഞാൻ ട്രെയിനിനാണ് വന്നത്, അതുകൊണ്ട് ലേറ്റ് ആകുന്നു. അതുകൊണ്ട് ഒരു കൺസെൻട്രേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പിന്നെ അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് എക്സാം ആയിരുന്നു. കുറച്ച് എക്സാം എഴുതി, 2-3 എക്സാം എഴുതി. അധികം കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല, റിവിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. വോയിസ് ഓവർ കൊടുക്കുമ്പോഴുള്ള ഡിസ്റ്റർബൻസ് നിങ്ങളൊന്ന് ക്ഷമിച്ചു വിടുക. ഞാനന്ന് ശനിയാഴ്ച ആണെന്ന് ഓർത്താണ് പോയത്. പക്ഷെ അന്ന് വെള്ളിയാഴ്ച ഒന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ശനിയാഴ്ചയാണെന്നുള്ള ചിന്തയിൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അവിടെ ട്രെയിൻ മിസ്സായി. ഞാൻ ബസ് സ്റ്റോപ്പിലായിട്ട് മാട്ട വെയിലെത്താൻ ബസ് സ്റ്റോപ്പിലായിട്ട് നടന്നു. നല്ല വെയിലായിരുന്നു. കുട ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ വിശന്നു, ഒന്നും കഴിക്കില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു 4 മണിയാകും. അതുവരെ ഉച്ചത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ബസ് കയറി, ബസ്സിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ചേട്ടൻ ഭയങ്കര ചിരി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എഴുന്നേറ്റ്. ബസ്സിന് 2 hours വേണം വീട്ടിലെത്താൻ. അത് കഴിഞ്ഞ് സ്റ്റോപ്പിലെത്തി ഞാൻ ഇറങ്ങി നടന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ശവമാണ്. ഒന്നും എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ നേരെ കിടന്നുറങ്ങി. ജർമ്മൻ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒത്തിരി പിള്ളേർ ഇപ്പം ഇവിടെ ഉണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിനുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളുക. 2-3 വർഷം അല്ല, 2-3 വർഷമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ 12 വർഷം കൊണ്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് നമുക്ക് തെറ്റും. എഴുതാൻ പറഞ്ഞാലും വായിക്കാൻ പറഞ്ഞാലും നമുക്ക് തെറ്റും. സോ ഈ 6-8 മാസം കൊണ്ട് പഠിക്കുന്ന ജർമ്മൻ തെറ്റിക്കൂടാന്നില്ല. നിങ്ങൾക്കത് നോർമലായിട്ടുള്ള കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ നമ്മളത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്കത് പഠിക്കണം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തോളുക. ഓക്കെ, ബൈ.